കർത്താവിനോട് ചോദിച്ചു, നിന്റെ പ്രോമിസ് ലാൻഡ് ഏതാ? तो परमेश्वर ने मुझसे पूछा कि तेरा वायदे का देश कौन सा है। നമുക്ക് പിന്നെ ഇച്ചിരി അറിവ് കൂടുതലായതുകൊണ്ട് പ്രോമിസ് ലാൻഡ് ഏതാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചാടിക്കേടി പറയുന്ന ഒരു സ്ഥലമുണ്ട്. हमें बहुत ज़्यादा ज्ञान है, इसलिए कभी कोई प्रॉमिस लैंड के बारे में पूछे तो बहुत उत्साहित होकर हम एक जगह का नाम बोलते हैं। നമ്മുടെ എല്ലാവരുടെയും പ്രോമിസ് ലാൻഡ് ഒന്നാ. हम सबका वायदे का देश एक है। ഏതാ? कौन सा है? ഏതാ? कौन सा है? നിത്യത. अनंत जीवन, അനന്ത अनंत काल, അല്ല, അനന്തകാലല്ല. इटर्निटी, अनंत काल। അതിനേക്കാൾ ഇച്ചിരൂടെ കറക്റ്റ് പദം കർത്താവിനോട് കൂടിയുള്ള വാസം. और गहराई में बोलूं तो परमेश्वर के साथ अनंत काल तक निवास करना, वही हमारा वायदे का देश है। എന്ന് പറഞ്ഞാൽ അതിനെ അപ്പുറത്ത് പിന്നെ ഒരു ജേർണിയില്ല. फिर एक और बार बोलूं तो उसके बाद तो कोई यात्रा है ही नहीं। സകല മാനവകുലവും ചെന്ന് അവസാനിക്കുന്ന ഒരിടം, सारी मानवता का अंत वही होता है, അത് കർത്താവ് ഒരുക്കിയ ഭവനം. वो भवन जो परमेश्वर ने तैयार किया है, അതാണ് നിത്യത. वो ये अनंत काल। പക്ഷെ കർത്താവിനോട് ചോദിച്ചു, तो परमेश्वर ने मुझसे पूछा, നിനക്ക് ഇവിടെ ഒരു പ്രോമിസ് ലാൻഡ് ഉണ്ടല്ലോ. परमेश्वर ने मुझे पूछा कि इस धरती पर भी तेरा एक वायदे का देश है। അബ്രഹാമിന് ഒരു പ്രോമിസ് ലാൻഡ് ഉണ്ട്, അത് നിത്യതയാണ്. इब्राहिम का एक वायदे का देश है जो अनंत काल है। എന്നിട്ടും അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു ദേശം കാണിച്ചു തരാം. उसके बावजूद परमेश्वर इब्राहिम से कहता है कि मैं तुझे एक देश दिखाऊंगा। അപ്പം നമുക്കെല്ലാവർക്കും ഇവിടെ ഒരു പ്രോമിസ് ലാൻഡ്, ഒരു ലൊക്കേഷൻ ഉണ്ട്. यानी हम सबके लिए इस धरती पर भी एक वायदे का देश है, एक लोकेशन रखा हुआ है। അതേതാ? वो कौन सा है? പറയാൻ പറ്റുമോ? आप बोल सकते हैं? കർത്താവ് ഇത് ചോദിച്ചപ്പോഴേ എനിക്ക് ചിന്ത വന്നു, എനിക്കിവിടെ ഒരു ലാൻഡ് ഉണ്ടല്ലോ. जब परमेश्वर ने मुझसे पूछा तब मैं सोचने लगा कि अरे यहाँ मेरा भी एक देश या मेरा भी एक वायदे का देश है। കർത്താവ് ഈ ഭൂമി ഉണ്ടാക്കിയത് എന്തിനാണെന്നറിയാമോ? क्या आप जानते परमेश्वर ने इस पृथ्वी की रचना क्यों की? പറയാൻ പറ്റുമോ? क्या आप जानते हैं? ഈ ഭൂമി ആർക്കാ ആദ്യം കൊടുത്തത്? लूसीफर। ये पृथ्वी पहले किसको दी गई थी? ദൂതൻ അങ്ങനെ പറഞ്ഞായിരിക്കുന്നത്. स्वर्ग दूत को दी गई थी, ऐसे बोलना उचित रहेगा। ഇത് മനുഷ്യനു വേണ്ടിയല്ല ഉണ്ടാക്കി. ये मनुष्य के लिए नहीं बनाया गया था। ദൈവം ഇത് ആദ്യം ഉണ്ടാക്കി ദൂതന് വേണ്ടിയാണ്. परमेश्वर ने ये सबसे पहले स्वर्ग दूत के लिए बनाया गया था। ബൈബിളിലെ വാക്യം ഇങ്ങനെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. आदि में परमेश्वर ने आकाश और पृथ्वी की रचना की, सृष्टि की। ആകാശം സൃഷ്ടിച്ചിട്ട് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഭൂമി സൃഷ്ടിച്ചത്. आकाश की सृष्टि के करोड़ों साल बाद पृथ्वी की सृष्टि की। അപ്പോ ദൈവം ഒരു ദൂതനാദ്യമായിട്ട് പാർക്കാൻ കൊടുത്ത സ്ഥലത്തിന്റെ പേരാ ഭൂമി. सो एक स्वर्ग दूत को रहने के लिए बनाई हुई जगह थी पृथ्वी। അതുവരെ ദൂതന്മാർക്ക് പാർക്കാൻ സ്പെഷ്യൽ ഇടമില്ല. तब तक स्वर्ग दूतों को रहने के लिए कोई खास जगह नहीं थी। പക്ഷെ ദൂതന് ഈ സ്ഥലം കൊടുത്തതിനൊരു ഉദ്ദേശമുണ്ട്. पर उस स्वर्ग दूत को इस पृथ्वी देने के पीछे एक उद्देश्य था। ഇവിടെയാണ് പ്രോമിസ്ഡ് ലാൻഡിന്റെ ആരംഭം. यही है वायदे के देश की शुरुआत। ദൂതന്റെ പ്രോമിസ്ഡ് ലാൻഡ് ഏതായിരുന്നു? स्वर्ग दूत का वायदे का देश कौन सा था? പറ. ഭൂമി. पृथ्वी। അപ്പൊ ഈ ഭൂമി ഒരു പ്രോമിസ്ഡ് ലാൻഡാ. तो ये पृथ्वी एक वायदे का देश है। ആരുടെ? किसका?
ദൂതന്റെ उस स्वर्गदूत का എന്തിനു കൊടുത്തെന്നറിയോ? क्यों दिया उसको? സ്വർഗത്തിലെ കൾച്ചർ ഇവിടെ കൊണ്ടുവരണം. स्वर्ग का जो संविधान है या संस्कृति है स्वर्गतिले उसको पृथ्वी पर लेकर आए. സിസ്റ്റം ഇവിടെ കൊണ്ടുവരണം. स्वर्ग का संविधान उसकी संस्कृति को पृथ्वी पर लेकर आए. അവൻ ഇവിടെ കൊടുത്തപ്പോ और जब उसको ये पृथ्वी दी गई, അവൻ ഇവിടെ സ്വർഗത്തിന്റെ കൾച്ചർ കൊണ്ടുവന്നില്ല. उसने पृथ्वी पर स्वर्ग का संस्कृति को नहीं लेकर आया. അവന്റെ കൾച്ചർ കൊണ്ടുവരാൻ वो उसने अपनी संस्कृति को वहां लेकर आया. അപ്പോഴാണ് അവനെ വെട്ടിക്കളഞ്ഞത്. तो परमेश्वर ने उसे काट कर फेंक दिया. അവനെ വെട്ടിക്കളഞ്ഞിട്ട് उसको काट कर फेंक कर ഈ ഭൂമിയുടെ സിസ്റ്റം ദൈവം മാറ്റി. इस पृथ्वी के संविधान को बदल दिया. അപ്പൊ ആദ്യത്തെ ഭൂമിയിൽ ഹെവൻലി ബീയിങ്ങിനെ താമസിക്കാൻ പറ്റുള്ളായിരുന്നു. तो पहला जो पृथ्वी था वहां केवल एक स्वर्गीय जीवी ही रह सकता था. ആത്മ മനുഷ്യനെ താമസിക്കാൻ പറ്റൂ. एक आत्मिक मनुष्य ही रह सकता था. ആദ്യത്തെ പ്രോമിസ്ഡ് ലാൻഡിൽ സ്പിരിച്വൽ ബീയിങ്ങിനെ താമസിക്കാൻ പറ്റൂ. एक पहले का जो वायदे का देश था वहां केवल एक आत्मिक प्राणी ही रह सकता था. ദൈവം അവനെ വെട്ടിക്കളഞ്ഞിട്ട് परमेश्वर ने उसको काट कर ഈ फेंका ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ മാറ്റി. और इस पृथ्वी के वातावरण को बदल दिया. പിന്നെ ഈ ഭൂമിയിൽ സ്പിരിച്വൽ ബീയിങ്ങിന് ഡയറക്റ്റ് വന്ന് ജീവിക്കാൻ പറ്റത്തില്ല. अब इस पृथ्वी के वातावरण को इस तरह बदला कि एक आत्मिक जीवी, आत्मिक प्राणी सीधा आकर उस पर विराजमान नहीं हो അതുകൊണ്ടാണ് सकता. ഇപ്പൊ ദൂതൻ ഇവിടെ വന്ന് പാർക്കാൻ പറ്റാത്തത്. इसीलिए स्वर्गदूत निवास नहीं कर सकते. പറഞ്ഞ പിടി കിട്ടുന്നുണ്ടോ? आप समझ പിടി रहे हो? കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളെ കൈ ഓർത്തണം. ഞാൻ नहीं പറഞ്ഞു. समझ रहे हैं तो अपने हाथ को उठाना. പിശാചിന് ഡയറക്റ്റ് ഇവിടെ വരാൻ പറ്റത്തില്ല. तो शैतान भी सीधा आ नहीं सकता इस पृथ्वी पर. വരാൻ പറ്റുന്ന ഒരു സമയമുണ്ട്. एक ऐसा समय है जब वो आ सकता है. അന്ന് ഈ അറ്റ്മോസ്ഫിയർ മാറണം. तब इस वातावरण में बदलावट होगी. അതുവരെ അവന് വരാൻ പറ്റത്തില്ല. तब तक वो नहीं आएगा. അവന് വരണമെങ്കിൽ ഒരു ശരീരം വേണം. उसको अगर आना है तो उसको भी एक शरीर चाहिए. അതുകൊണ്ടാണ് പാമ്പിന്റെ അകത്ത് കയറി അവൻ ആദ്യമായി വന്നത്. इसीलिए वो पहले सर्प के अंदर से उस पृथ्वी पर आया. അപ്പൊ ഈ ഭൂമിയിൽ तो इस पृथ्वी पर ദൈവം സൃഷ്ടിച്ചത് നോക്കണം. देखिए परमेश्वर ने कैसी सृष्टि നിങ്ങൾ की. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. आप ध्यान दीजिए तो आप समझ जाओगे. നമ്മളെ രണ്ട് പാർട്ടാ നമ്മളെ കുറിച്ച് പറയുന്നത്. हमारे बारे में दो हिस्से कहते हैं. അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും. जो अंदर का मनुष्य है और बाहरी मनुष्य. നമ്മളെ മനുഷ്യനെ കുറിച്ച് പറഞ്ഞ അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും. मनुष्य के बारे में बोलते हैं कि अंदर एक मनुष्य होता है और बाहरी एक मनुष्य होता है. ആത്മീക മനുഷ്യനും പുറമേയുള്ള മനുഷ്യനും. आत्मिक मनुष्य, शारीरिक मनुष्य. ആത്മീക മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വർഗത്തിലാണ്. आत्मिक मनुष्य की सृष्टि या रचना स्वर्ग में की गई. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനുണ്ടാക്കുക. ദൈവത്തിന്റെ സ്വരൂപം ആത്മാവാ. जैसे ആത്മാവിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് ഭൂമിയിലല്ല സ്വർഗത്തിലാണ്. उत्पत्ति में हम पढ़ते हैं कि आओ हम हमारे स्वरूप में मनुष्य की रचना करें. परमेश्वर का स्वरूप आत्मिक स्वरूप है और उस आत्मिक रूप में मनुष्य की सृष्टि या रचना परमेश्वर ने स्वर्ग में की. ആ രൂപത്തെ ഭൂമിയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. और उस आत्मिक स्वरूप को आप पृथ्वी पर नहीं लेकर आ सकते. ആ രൂപത്തെ ഭൂമിയിൽ കൊണ്ടുവരാൻ और उस स्वरूप को पृथ्वी पर लेकर आने के लिए ദൈവം മണ്ണുകൊണ്ടൊരു രൂപം ഉണ്ടാക്കി. परमेश्वर ने मिट्टी से एक स्वरूप को बनाया എന്നിട്ട് അതിനകത്താക്കി और उस मिट्टी के स्वरूप के अंदर इस आत्मिक स्वरूप को डाल दिया. അതിന്റെ പേരാ മനുഷ്യൻ. और उसी को हम मनुष्य करके पुकारते हैं. അവന് കൊടുത്ത ഭൂമി അവന്റെ വാഗ്ദത്ത ഭൂമിയാണ്. और उसको जो पृथ्वी दी वो पृथ्वी उसके वायदे का देश है. പഴയത് ഈ ഭൂമി ആരുടേതായിരുന്നു? पुरानी पृथ्वी किसकी थी? ഇത് ദൂതന്റെ ആയിരുന്നു. स्वर्गदूत की थी. ഇതിന്റെ അറ്റ്മോസ്ഫിയർ മാറ്റി उसके वातावरण को बदलकर ഇപ്പൊ മനുഷ്യന്റേതാക്കി. अभी उस पृथ्वी को मनुष्य को सौंप दिया. എന്നിട്ട് ആദമിനോട് പറഞ്ഞു, और आदम से कहा ഈ ഏതൻ നിനക്ക് ഞാൻ തരിക. एदन मैं तुझे देता हूँ. ഇതിനകത്ത് നീ എന്തോ കൊണ്ടുവരണം? यहाँ तुझे क्या करना है? എന്റെ കൾച്ചർ കൊണ്ടുവരണം. मेरे स्वर्गीय संस्कृति को लेकर आना है.
രണ്ടാമത് മനുഷ്യനോട് പറഞ്ഞു എൻ്റെ കൾച്ചർ ഈ ഭൂമി കൊണ്ടുവരണം. मनुष्य से कहा मेरे संस्कृति को यहाँ लेकर आना है. അവനും കൊണ്ടുവന്നില്ല. वो भी नहीं लेकर आ पाया. അവൻ ഔട്ടായി. वो भी बाहर निकल गया. സ്വർഗത്തിന്റെ കൾച്ചർ ഇവിടെ കൊണ്ടുവരണം. स्वर्ग चाहता है कि वो अपने संविधान अपनी संस्कृति को पृथ्वी पर लेकर आए. തലമുറയെ നോക്കുക. हर पीढ़ी में खोज करता गया, കിട്ടുന്നില്ല. नहीं मिल रहा. ഒരു നോഹയെ കിട്ടി. एक नूहा मिल गया. പെട്ടകത്തിലൂടെ അവനെ പുറത്തു കൊണ്ടുവന്നു. उस नाव के द्वारा उस नूहा को बाहर लेकर आया. പുറത്തു വന്നു കഴിഞ്ഞപ്പോ पर बाहर आने के बाद അവനും പരാജയപ്പെട്ടു. वो भी हार गया. ദൈവത്തിന്റെ കൾച്ചറിനെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുന്നില്ല. परमेश्वर अपनी संस्कृति को सौंपने के लिए एक मनुष्य नहीं मिल ഒരു रहा. അബ്രഹാമിനെ വിളിച്ചു. एक इब्राहिम को बुलाया. സമയക്കുറവുകൊണ്ട് ഞാൻ അവിടെ തൊടുന്നില്ല. समय नहीं है इसलिए मैं उस बारे में नहीं അബ്രഹാമിനെ बोलता. വിളിച്ചത് ഭയങ്കര ഹിസ്റ്ററിയാ. इब्राहिम को बुलाने के पीछे एक बहुत बड़ा इतिहास है. അബ്രഹാമിനോട് എന്താ പറഞ്ഞേ? इब्राहिम से क्या कहता है? ഞാൻ നിന്നെ എന്തോ ആക്കാമെന്ന് പറഞ്ഞു. मैं तुझे क्या बनाऊंगा? ഒരു രാജ്യമാക്കാം. मैं तुझे एक राज्य बनाऊंगा. അതാണ് അവന്റെ ഹെവൻലി കൾച്ചർ. वही है उसकी स्वर्गीय संस्कृति. അവിടെ മുതൽ ആ ദൈവം രാജ്യത്തിന്റെ കാര്യം പറയാൻ തുടങ്ങുന്നു. इब्राहिम से परमेश्वर राज्य के बारे में बताने लग गया. രാജ്യം തരാമെന്ന് പറഞ്ഞപ്പോ ലാൻഡ് വെളിപ്പെട്ടു. जैसे राज्य के बारे में बोला तो एक जगह का प्रकटीकरण हुआ. അവനോട് പറഞ്ഞു ഞാൻ നിന്നെ ഒരു രാജ്യമാക്കാം. मैं तुझे एक बड़ी जाति बनाऊंगा പക്ഷെ ഞാൻ നിനക്കൊരു ദേശം തരും. और लेकिन उसके लिए मैं तुझे एक देश दूंगा. അപ്പൊ ഒരു രാജ്യം ഉണ്ടാകണമെങ്കിൽ ഒരു ദേശം വേണം. एक बड़ी जाति बननी है, एक बड़ी प्रजा बननी है तो उसके लिए एक देश की आवश्यकता है. ആ ദേശമാണ് കനാൻ. और वो देश है कनान देश. അപ്പൊ ദൈവം തുടക്കത്തിൽ ഒരു രാജ്യം ഉണ്ടാക്കി കൾച്ചർ ഉണ്ടാക്കി ജനത്തെ പുറത്തെടുക്കാൻ ആഗ്രഹിച്ച സ്ഥലമാണ് കനാൻ. यानी जो शुरुआत में एक परमेश्वर ने स्वर्गीय संस्कृति संविधान के साथ एक जाति एक देश को बनाना चाहा, वो देश था कनान देश. അബ്രഹാമിന്റെ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. इब्राहिम के बच्चों को मिस्र राज्य से बाहर निकाला. എവിടെ കൊണ്ടുപോകാൻ? कहाँ लेकर जाने के लिए? കനാനിലെത്തിക്കാൻ. कनान लेकर जाने ഇവരെ के ഒരു लिए, രാജ്യമാക്കാൻ. इनको एक राज्य बनाने के പക്ഷെ लिए. കനാനിൽ എത്ര പേര് കയറി? पर कनान में कितने लोगों ने प्रवेश किया? രണ്ടുപേര് കയറി. केवल 2 लोगों ने प्रवेश किया. രണ്ടുപേരെ വെച്ച് എങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കും? 2 लोगों से एक राज्य कैसे बनेगा? അവരെ പിന്നെ ദൈവം ഒരു രാജ്യമാക്കി. फिर उन दोनों को एक बड़े राज्य में बदल ഒരു दिया. രാജാവിന്റെ കീഴിൽ രാജ്യമാക്കി. उनको एक राजा के नीचे एक राज्य बना दिया. സ്വർഗത്തിന്റെ കൾച്ചർ കൊണ്ടുവരാനാ. देखिए स्वर्ग की संस्कृति को അവര് लेकर आ रहे സ്വർഗീയ हैं, കൾച്ചർ കൊണ്ടുവന്നില്ല. लेकिन वो लोग भी स्वर्गीय संस्कृति പകരം को ആ नहीं लेकर आए. രാജ്യം രണ്ടായി. वो राज्य 2 में बदल गया. शांता मनासिया. എന്നിട്ടും കൾച്ചർ വരുന്നില്ല. फिर भी वो स्वर्गीय संविधान नहीं ആ आ रहा. രാജ്യങ്ങൾ ശിഥിലമായി. वो राज्य छितर बितर हो गए. എല്ലാവരും പ്രവാസത്തിൽ പോയി. सारे लोग बंधुआई में चले गए. കൾച്ചർ വരുന്നില്ല. पर स्वर्ग उतर नहीं रहा. അപ്പൊ ഒരുത്തൻ മനുഷ്യനായി ഭൂമിയിലോട്ട് വന്നു. और उसी समय एक व्यक्ति मनुष्य का रूप धारण करके पृथ्वी അവന്റെ पे आता പേരത്ര है. കർത്താവായ യേശു ക്രിസ്തു. उसका नाम यीशु मसीह. അവൻ പറഞ്ഞു ഞാൻ ദൈവരാജ്യം ഇവിടെ കൊണ്ടുവരിക. वो बोलता है मैं परमेश्वर के राज्य को पृथ्वी पर लेकर आता 12 हूँ. പേരെ വിളിച്ചു. उन 12 लोगों को बुलाया, രാജ്യത്തിന് അടിസ്ഥാനം ഇട്ടു. उनको एक राज्य का नींव डाल दिया. അവര് ചലിക്കാൻ തുടങ്ങി. वो लोग अपने कार्य को करने लगे. അവര് ചലിക്കാൻ തുടങ്ങിയപ്പോൾ और जब वो लोग अपने कार्य को करने लगे, സിസ്റ്റങ്ങൾ പൊളിയാൻ തുടങ്ങി. पृथ्वी के संविधान टूटने लगे. करांदलांसी में ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? क्या आपको समझ रहा है मैं क्या बोल रहा हूँ? സിസ്റ്റങ്ങൾ പൊളിയാൻ തുടങ്ങി. संविधान टूटने लगे. പുരോഹിതന്മാർക്ക് വെരളി പിടിച്ചു. पुरोहित लोग डरने लगे. ന്യായാധിപന്മാർക്ക് വെരളി പിടിച്ചു. न्यायाधीश लोग डरने लगे. സാമ്രാജ്യത്തിന് വെരളി പിടിച്ചു. राज्य हिलने लग गए. मना सखान दो ഒരു രാജ്യം ക്രിയേറ്റ് ആവുക. एक देखिए एक राज्य बन रहा है. ഈ രാജ്യത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയോ? इस राज्य में क्या हुआ? ഒരു ക്രൂശീകരണം നടന്നു. एक क्रूस प्रकट हुआ. ക്രൂശിലൂടെ ഈ രാജ്യത്തിന്റെ ജയം പുറത്തു വന്ന് एक क्रूस के द्वारा इस राज्य का जय ഒരു बाहर आया. രാജാവ് പുറത്തു വന്നു. एक राजाधि राजा प्रकट हुआ. ഓ അവൻ രാജാക്കന്മാരെ പുറത്തെടുത്തു. वो राजाधि राज ने राजाओं को जन्म दिया. അവർ പുരോഹിതന്മാരെ പുറത്തെടുത്തു. वो राजाधि राज ने पुरोहितों को जन्म എന്നിട്ട് दिया അവരോട് പറഞ്ഞു और उनसे कहा നിങ്ങളുടെ
നിങ്ങളുടെ വായിൽ ദൈവരാജ്യം വരട്ടെ. तुम्हारे जबान में परमेश्वर का राज्य उतर पाए, പ്രാർത്ഥന ദൈവരാജ്യം ആകട്ടെ. तुम्हारे प्रार्थना में परमेश्वर का राज्य आने पाए, ദൈവരാജ്യം ആകട്ടെ. तुम्हारे प्रचार में परमेश्वर का राज्य उतर पाए, ദൈവരാജ്യം ആകട്ടെ. तुम्हारे जीवन में परमेश्वर का राज्य उतरने पाए. നിങ്ങൾ शबा എവിടെ नगसिया. കാലുകുത്തുന്നോ, तो आप जहां पैर रखते हैं, അവിടെ ദൈവരാജ്യം വെളിപ്പെട്ടാൽ अगर वहां परमेश्वर का राज्य प्रकट हुआ, that is your promised land. वो आपका वायदे का देश बनेगा. ഡോംബോലി നിന്റെ promised land ആ. डोंबिवली तेरा वायदे का देश है. നീ രാജ്യം വെളിപ്പെടുത്താൻ, तो परमेश्वर का राज्य को प्रकट करने के ഓ, लिए, ദൈവരാജ്യം വെളിപ്പെടുത്താൻ, परमेश्वर के राज्य को प्रकट करने के लिए, രാജകീയ ശക്തി വെളിപ്പെടുത്താൻ, राजा के सामर्थ को प्रकट करने के लिए, കൾച്ചർ വെളിപ്പെടുത്താൻ, स्वर्ग की संस्कृति को प्रकट करने के लिए നിനക്ക് തന്ന ഡോംബോലി परमेश्वर ने तुझे इस डोंबिवली को दिया है, നിന്റെ promised land. और वही तेरा वायदे का देश है. നീ ഇവിടെ രാജ്യം കൊണ്ടുവരുമ്പോ जब तू परमेश्वर के राज्य को यहाँ നീ लेकर आएगा, promised land-ലാ. तू वायदे के देश में നീ रहेगा. heavenly culture ഇവിടെ കൊണ്ടുവരുമ്പോ जब उस स्वर्ग की संस्कृति को लेकर आएगा, promised land-ലാ. तो तू वायदे के देश में प्रवेश करेगा. आमेन. അതുകൊണ്ടാ Amen. പറഞ്ഞത് इसलिए कहता हूँ, നമ്മൾ പ്രോമിസ്ഡ് ലാൻഡിലാണെന്ന്. हम वायदे के देश में है. നമ്മൾ പ്രോമിസ്ഡ് ലാൻഡിലോട്ട് പോവല്ല, हम वायदे के देश में जा नहीं നമ്മൾ रहे, പ്രോമിസ്ഡ് ലാൻഡിലാ. हम वायदे के देश में है. നമുക്ക് മരുഭൂമിയില്ല, हमारे लिए मरुस्थल नहीं है. നമുക്ക് ചുറ്റലില്ല, हम घूम के अटकने वालों में से नहीं है. നമുക്ക് കറക്കമില്ല. हम घूम कर फंसने वालों में से नहीं നമ്മൾ है. ഡയറക്റ്റ് പ്രോമിസ്ഡ് ലാൻഡിലാ. हम सीधा वायदे के देश में है. കാരണം രാജ്യം വരണമേ परमेश्वर तेरा राज्य आने എന്ന് पाए. പ്രാർത്ഥിക്കുന്ന തലമുറ, ऐसा प्रार्थना करने वाली एक पीढ़ी, രാജ്യം വരണമേ ओ तेरा राज्य यहाँ आ जाए. എന്ന് പ്രാർത്ഥിക്കുന്ന തലമുറ, ऐसे प्रार्थना करने वाली पीढ़ी, അവർക്ക് മരുഭൂമിയില്ല, उनके लिए मरुस्थल नहीं है. ഡയറക്റ്റ് പ്രോമിസ് ലാൻഡില. वो सीधा वायदे के देश में है. ആമേൻ. आमेन. യാത്ര പേർക്ക് മനസ്സിലാവുന്നു कितने लोग समझ रहे हैं इस बात को? ഞാൻ എവിടെയാ? मैं कहाँ എന്റെ हूँ? പ്രോമിസ് ലാൻഡിൽ. मेरे वायदे के देश ഞാൻ में. നിൽക്കുന്ന ദിവ मैं दिवा में हूँ, എന്റെ പ്രോമിസ് वो ലാൻഡ്. मेरा वायदे का देश ഞാൻ है. നിൽക്കുന്ന ഓ കോപ്പർ, मैं कोपर में हूँ, അതെന്റെ പ്രോമിസ് ലാൻഡ്. वो मेरा वायदे का देश ഞാൻ है. നിൽക്കുന്ന മുള്ളുണ്ട്, मैं मुलुंड में हूँ, അതെന്റെ പ്രോമിസ് वो ലാൻഡ്. मेरा वायदे का देश ഞാൻ है. നിൽക്കുന്ന അമർനാഥ്, मैं अंबरनाथ में हूँ, അതെന്റെ പ്രോമിസ് वो ലാൻഡ്. मेरा वायदे का देश ആമേൻ है. പറഞ്ഞാട്ടെ. आमेन. ഐരേ റോഡ്, ओ रखसिया, ഐരേ റോഡ്, आयरे रोड, അതെന്റെ പ്രോമിസ് वो ലാൻഡ്. मेरा वायदे का देश है. कल्याण, कल्याण, എന്റെ പ്രോമിസ് वो ലാൻഡ്. मेरा वायदे का देश. ഉല്ലാസ്നഗർ, उल्लासनगर, എന്റെ പ്രോമിസ് वो ലാൻഡ്. मेरा वायदे का देश है. താനെ, धाने, എന്റെ പ്രോമിസ് ലാൻഡ്. मेरा वायदे का देश കാരണം है. ഞാൻ നിൽക്കുന്നോണ്ട് क्योंकि मैं वहाँ खड़ा हूँ, പ്രോമിസ് ലാൻഡ്. वो मेरा वायदे का देश കാരണം है. ദൈവരാജ്യം വരുന്നത് परमेश्वर का राज्य എന്നിലൂടെ, मेरे द्वारा आ रहा है, എന്നിലൂടെ, मेरे द्वारा आ रहा है, heavenly culture, मेरे द्वारा एक स्वर्गीय संस्कृति. ലോക, എന്റെ പ്രോമിസ് ലാൻഡ്. ओह, ലോക എന്റെ പ്രോമിസ്. लोधा पलावा मेरा प्रॉमिस लैंड है. ലണ്ടൻ എന്റെ പ്രോമിസ് ലാൻഡ്. लंदन मेरा वायदे का देश है. मनासी अंथला बाबा उड़ा रखा मना दिया गल खौड़ा रबसी अंथे. आप बोलिए, എന്റെ വീട് ഒരു പ്രോമിസ് मेरा ലാൻഡ്. घर मेरा वायदे का देश है. എന്റെ വീട് കരയുന്ന സ്ഥലമല്ല, मेरा घर रोने का जगह नहीं, എന്റെ വീട് തളരുന്ന സ്ഥലമല്ല. मेरा घर बर्बादी का അത് जगह नहीं, promised land ആ. वो वायदे का देश കാരണം है. ദൈവരാജ്യം വരണമെന്ന് क्योंकि परमेश्वर का ഞാൻ राज्य आए, പ്രാർത്ഥിക്കുന്ന സ്ഥലം, ऐसा प्रार्थना करने वाला जगह, ദൈവരാജ്യം വരുന്നത്, परमेश्वर का राज्य അത് വെളിപ്പെടുന്നത്, वो प्रकट उस जगह पर होता है, പുറപ്പെടുന്നത്, वो बाहर उस जगह അത് पर आता है, എന്നിലൂടെയാ. वो मेरे द्वारा ही आएगा. शमान दरगसिया रगल खौड़ा ഇതുവരെ ആ बरसिया. വീട് എന്തു ആയിക്കോട്ടെ, आज तक वो घर कुछ भी हो, ഇന്നു മുതൽ അത് പ്രോമിസ് ലാൻഡാ. पर आज से वो वायदे का देश है. ഞാൻ വാടകയ്ക്കായിരിക്കും താമസിക്കുന്നത്, मैं किराए पर रहता होगा, പക്ഷെ അത് പ്രോമിസ് ലാൻഡാ. पर वो मेरा वायदे का देश है.
ഞാൻ ഒത്തിരി കരഞ്ഞ സ്ഥലമായിരിക്കും അത്. शायद मैं बहुत रोया हूँ उस जगह, ഞാൻ ഒറ്റപ്പെട്ട സ്ഥലമായിരിക്കും. शायद मैं वहाँ अकेला पड़ गया, ഞാൻ ഒത്തിരി വേദനപ്പെട്ട शायद സ്ഥലമായിരിക്കും. मुझे बहुत दर्द महसूस പക്ഷെ ഇന്നു हुआ, മുതൽ അത് പ്രോമിസ് ലാൻഡാ. पर आज से वो मेरे वायदे का देश है, അത് പ്രോമിസ് ലാൻഡാ. वो वायदे का देश है, കാരണം ദൈവരാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കുന്നവൻ അവിടെ ഉണ്ട്. क्योंकि मैं ऐसा प्रार्थना करता हूँ कि परमेश्वर तेरा राज्य आए. ഇന്നു മുതൽ നമ്മുടെ പ്രാർത്ഥനയിലെ മെയിൻ ശബ്ദം हमारे ദൈവരാജ്യം വരണമേ. हमारे प्रार्थना का प्रमुख भागों का परमेश्वर तेरा राज्य आए, അപ്പോൾ അത് പ്രോമിസ് ലാൻഡായിട്ട് കൺവേർട്ട് ആകും. वो तो तेरी जगह वायदे का देश बदल जाएगा. ചില കുടുംബങ്ങളിൽ നിന്ന് കൺവേർട്ട് ആകുക. ओ कुछ परिवार आज बदल रहा है. നമ്മുടെ നേരത്തെ വാക്ക് हमारा पहले हम क्या बोलते थे, തിരിയുക, बदल रहा है, തിരിയുക, बदल मुड़ रहा है, തിരിയുക, मुड़ रहा है, തിരിയുക. मुड़ रहा है. സാധാരണ വീട് साधारण घर പ്രോമിസ് ലാൻഡായി. ओ वायदे का देश അത് बन रहा തിരിയുകയാ. है, वो मुड़ रहा അത് है, തിരിയുകയാ. वो मुड़ रहा है, ഞാൻ അവിടെ ഉള്ളത് കൊണ്ട് क्योंकि मैं वहाँ मौजूद हूँ. ദൈവരാജ്യം വരും. परमेश्वर का राज्य आएगा, പ്രോമിസ് ലാൻഡാ. इसलिए वो वायदे का देश बनेगा, ഞാൻ അവിടെ ഉള്ളത് കൊണ്ട് क्योंकि मैं वहाँ मौजूद हूँ. ദൈവരാജ്യം വരും. परमेश्वर का राज्य आएगा, പ്രോമിസ് ലാൻഡാ. तो फिर वो वायदे का देश है. आप बोलिए, ഞാൻ അവിടെ ഉള്ളത് കൊണ്ട് क्योंकि मैं वहाँ हूँ, ദൈവരാജ്യം വരും. परमेश्वर का राज्य आएगा, പ്രോമിസ് ലാൻഡാ. वो मेरा वायदे का देश है. ശാന്തരാദിയാന രാംദല Jesus, Ramala Baraba Udibiria, ദൂരബഹസ്തരാദി Uda Managara അടകതല Balavasha, പ്രൗഢബലബഹ Adagadala Ragasianthara GRH. GRH. ഓരോ കോണുകളും പ്രോമിസ് ലാൻഡ് ആക്കുക. ओ हर एक कोने को अपना वायदे का देश बना दे. ഡോംബലി ഈസ്റ്റ്, ഡോംബലി വെസ്റ്റ്, डोंबिवली ईस्ट, डोंबिवली वेस्ट, കല്യാൺ ഈസ്റ്റ്, കല്യാൺ कल्याण വെസ്റ്റ്, ईस्ट, कल्याण वेस्ट, ഉല്ലാസ് നഗർ, उल्लासनगर, അമർനാഥ്, अमरनाथ, ടിറ്റുവാല, टिटवाला, ചെമ്പു, चेंबूर, മുള്ളണ്ട്, मुलुंड, താനെ, थाने, ശഗാധനസ്യ, दिवा, लखनऊ, രക്ഷംജയം, ആംബിവലി. एम्बिवली, ഇത് खलासिया. പ്രോമിസ് ലാൻഡ് ആകുക. हाँ, ये वायदे का देश ഇത് बन रहा है. കണക്ട് ആകുക. ये कनेक्ट, ये जुड़ ഇത് रहा പ്രോമിസ് है. ലാൻഡ് ആകുക. ये वायदे का देश बन നീ रहा है. നടക്കുന്ന സ്ഥലം, तू जो जगह पर चल रहा നീ है, പാർക്കുന്ന സ്ഥലം, तू जिस घर में रह रहा है, കർത്താവിനെ വിളിച്ചിറക്കുന്ന സ്ഥലം, उस जगह पे तू परमेश्वर को बुला के ദൈവരാജ്യത്തെ उतार, കൊണ്ടുവരുന്ന സ്ഥലം, परमेश्वर के राज्य को वहां അത് उतार. പ്രോമിസ് ലാൻഡ് वो ആകുക. तेरा वायदे का देश അത് बनेगा, പ്രോമിസ് ലാൻഡ് वो ആകുക. तेरा वायदे का देश बनेगा. ഹല്ലേലൂയ. हालेलुया. ബാബാബാബാ. रमानदरगसे, നിങ്ങൾ കെട്ടുന്നത് जो तुम बांधोगे സ്വർഗ്ഗത്തിൽ वो കെട്ടപ്പെട്ടിരിക്കുന്നു. स्वर्ग में बांधा जाएगा, നിങ്ങൾ അഴിക്കുന്നത് जो आप खोलोगे സ്വർഗ്ഗത്തിൽ वो स्वर्ग അഴിയപ്പെട്ടിരിക്കുന്നു. में खोला जाएगा. This is promised land. ये आपका वायदे का ഇത് देश, ദൈവത്തിന്റെ promised ये land. परमेश्वर का वायदे का देश. ബാബാബാബാ. शदलरगस्य अंतरा बाबा बाबा, ബലബഹതുരേ ഇതകൾ. उड़ाबरगदलरगस्य अंता. ഭയങ്കര വിടുതൽ നടക്കുന്നു. बहुत छुटकारा हो रहा ഭയങ്കര है, സൗഖ്യങ്ങൾ നടക്കുന്നു. शंगाइयां हो रही है. യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम प्रख्यापिचो। में घोषणा कर लो, പ്രഖ്യാപിച്ചു. घोषणा कर लो. എന്നോട് ദൈവം പറയുക. परमेश्वर मुझे कह रहा കഴിഞ്ഞ है, ദിവസം പറഞ്ഞ് ഇപ്പൊ ആവർത്തിക്കാൻ പറയുന്നു. जो मैंने पिछले दिन आपसे कहा था, എന്റെ പ്രാർത്ഥനാ മുറിയിൽ പറഞ്ഞത്. मेरे प्रार्थना के कमरे में यीशु ने ചിലരുടെ कहा, അവയവങ്ങൾ പുതിയതാകുക, कुछ अव्य अंग नए ചിലരുടെ बन रहे हैं, ഓർഗൻസ് പുതിയതാകുക. किसी लोगों के शरीर के अंग नए बन रहे हैं, സിസ്റ്റം മാറുകയാ. तुम्हारा संविधान बदल रहा है. സ്ഥിരം നിന്നെ കൊണ്ട് ടാബ്ലറ്റ് കഴിപ്പിക്കുന്ന പദ്ധതി ദൈവം ഈ പകൽ പൊളിക്കുകയാ. निरंतर दवाइयाँ खिलाने वाली वो कोशिशें आज हम उसका अंत करते हैं. മെഡിസിൻ ഫ്രീ, मेडिसिन फ्री जिंदगी, മെഡിസിൻ ഫ്രീ, मेडिसिन फ्री जिंदगी, സിക്നസ് ഫ്രീ, आरोग्य के साथ, ഡിസീസ് ഫ്രീ. बीमारी बिना कोई बीमारी के. ശബല ഹതര ജുഡബല ബഹദുര ജഗദല അടഗദല പ്രൗഢബല ബഹദുര അദഗല അടഗദല പ്രൗഢ ബാബ ബാബ. ഓ റവ ഹസ്വനാദിയാദന. ആരോഗ്യം, ओ आरोग्य आ जाए आपके अंदर, ആരോഗ്യം, आरोग्य आ जाए आपके अंदर, പുഷ്ടി. ताकत आ जाए. ഹസ്വനാദിയാദന പ്രൗഢ ബാബ.
നീ നിന്നോട് കൽപ്പിച്ചാട്ട്, तू तुझे ही घोषणा कर, നീ നിന്റെ ശരീരത്തോട് तू കൽപ്പിച്ചാട്ട്. तेरे शरीर के साथ बात कर, നിനക്ക് നിന്റെ ശരീരത്തിന് മേൽ അധികാരമുണ്ട്. तुझे तेरे शरीर के ऊपर अधिकार കാരണം है, നീ ദൈവരാജ്യം ചുമക്കുന്നു. क्योंकि तेरे अंदर परमेश्वर का राज्य है। ഓ, ആ രാജ്യത്തിന്റെ ചുമക്കുന്നെങ്കിൽ अगर तू परमेश्वर के नहीं, राज्य नहीं, को ले शरीर रहा तोड़ है भरा। तो तू तेरे शरीर से നിന്റെ बोल, ശരീരത്തോട് പറ, तो तेरे शरीर से बात कर, അനുസരിക്കാൻ പറ, बोल मेरे बात को मान, കീഴടങ്ങാൻ പറ. मेरे अधीन में आ। शल खमनादरस्य ജിഗതല ഘടക സാംധുര അടകൽ പ്രൗഢബ അടകതല പ്രൗഢബ. ഭയങ്കര സൗഖ്യങ്ങൾ നടക്കുക. चंगाइयां हो रही है, സ്വീകരിച്ചോണം. स्वीकार कीजिए ഇത് अपनी चंगाई। സൗഖ്യത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ തുറന്നു. चंगाई का वातावरण है यहाँ पर, ഓ, നീ എടുത്തോ, ഏറ്റെടുത്തോണം. स्वीकार कर अपने लिए, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. छोटा क्यों ना हो बड़ा क्यों ना ഓ, हो, അത് ഇപ്പോൾ സംഭവിക്കുക. अभी इसी वक्त हो जाए। ആര് ചാടി പിടിക്കുന്നുവോ कोई उसको विश्वास के साथ प्राप्त करे, वहाँ चंगाई हो അവിടെ रही है, സൗഖ്യം നടക്കുക. वहाँ चंगाई हो रही है। സഭ कलीसिया, രോഗികൾ നിറയുന്നതല്ല, कलीसिया रोगियों की जगह नहीं, ഇത് സൗഖ്യങ്ങൾ നടക്കുന്ന ये സ്ഥലം. चंगाइयां होने वाली जगह है, ഇത് സ്വാതന്ത്ര്യത്തിന്റെ ये സ്ഥലം. आजादी की ഇത് जगह, ആരോഗ്യത്തിന്റെ ये സ്ഥലം. ताकत की जगह। ഞങ്ങൾ വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്നു. ओ हम मेडिकल साइंस को चेतावनी देते हैं, വെല്ലുവിളിക്കുന്നു. मेडिकल साइंस को അതിന് चेतावनी देते മുകളിൽ ഒരു हैं। യേശു, उसके ऊपर एक यीशु അതിന് मसीह, മുകളിൽ ഒരു യേശു, उसके ऊपर एक यीशु അതിന് मसीह, മുകളിൽ ഒരു ദൈവരാജ്യം. उसके ऊपर परमेश्वर का राज्य। ശാന്തരാതി ജുഗദല ഘടക സാംധുര ദഗൽ പ്രൗഢ. യെസ് 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 ഉഡ മന രഗ രഗ അടകതല പ്രൗഢ ബ ബബ ബബ ആസ്വന ദിയാദല പ്രൗഢ ബ ബബ. ഒരു തിരിവ് ഇവിടെ നടക്കുക, एक मुड़ाव हो रहा है, ഒരു തിരിവ് ഇവിടെ നടക്കുക. एक मुड़ाव हो रहा है। ഇതൊരു വേറൊരു സൗഖ്യത്തിന്റെ സീസണിലേക്ക് കയറുക. हम एक चंगाई के मौसम में प्रवेश कर रहे हैं। ആ സഭ ആരോഗ്യമുള്ളതായി മാറുക. कलीसिया ताकतवर बन रही है, ആരോഗ്യമുള്ളതായി. आरोग्यवान बन रही है। നിങ്ങളുടെ എല്ലാ അതിരത്തിൽ നിന്ന് സൗഖ്യം പുറപ്പെടും. आप जब मुंह खोलोगे तो आपके द्वारा एक चंगाई आएगी। നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോവല്ല, प्रार्थना करने के लिए नहीं जाओगे, പകരം നിങ്ങൾ സൗഖ്യമാക്കാൻ പോവാ. पर आप चंगाई देने के लिए जाओगे। രോഗമുണ്ട് പ്രാർത്ഥിക്കാൻ വാ എന്ന് പറയല്ല. आप ऐसे नहीं बोलोगे कि आपको रोग है तो आइए, സൗഖ്യം നടക്കുക. आप उनको बोलेंगे और वहाँ चंगाई होगी। ദൈവരാജ്യം നിങ്ങളിലൂടെ പുറപ്പെടുന്നു. परमेश्वर का राज्य आपके द्वारा बाहर आएगी, ദൈവരാജ്യം നിങ്ങളിലൂടെ. परमेश्वर का राज्य आपके द्वारा। ഈ വാക്ക് എന്നോട് ദൈവം പറയുന്നത്. यही परमेश्वर मुझसे कह रहा है, ദൈവരാജ്യം നിങ്ങളിലൂടെ, परमेश्वर का राज्य तुम्हारे द्वारा, നിങ്ങളുടെ വായിലൂടെ, तुम्हारे जबान के നിങ്ങളുടെ द्वारा, നോട്ടത്തിലൂടെ, आपके आंखों के നിങ്ങളുടെ द्वारा, കരത്തിലൂടെ, आपके हाथों के द्वारा, നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ, आपकी उपस्थिति के നിങ്ങളുടെ द्वारा, വസ്ത്രത്തിലൂടെ, आपके कपड़ों के द्वारा ദൈവരാജ്യം, परमेश्वर का राज्य, ദൈവരാജ്യം, परमेश्वर का राज्य, ദൈവരാജ്യം, परमेश्वर का राज्य। അടുത്തിരിക്കുന്നവരോട് പറ, ओ അടുത്തിരിക്കുന്നവരോട് പറ, आपके पड़ोसी से बोल, നിന്നിലൂടെ तेरे द्वारा ദൈവരാജ്യം, परमेश्वर का राज्य, നിന്നിലൂടെ तेरे द्वारा ദൈവരാജ്യം. परमेश्वर का ഇത് राज्य, ദൈവരാജ്യത്തിന്റെ तेरे സീസൺ. ये परमेश्वर के राज्य का मौसम, ഇത് ദൈവരാജ്യം പ്രകടമാകുന്ന കാലം. परमेश्वर का राज्य प्रकट होने का मौसम, ഇത് ദൈവരാജ്യം പ്രഖ്യാപിക്കപ്പെടുന്ന കാലം. परमेश्वर के राज्य का घोषणा होने ഇത് वाला मौसम, ദൈവരാജ്യം ഒഴുകുന്ന കാലം. परमेश्वर का राज्य बहने वाला मौसम। ശിഖതല പ്രൗഢബ ബബ രഗ കടകതല പ്രൗഢബ ബബ ബബ അറബ ഹസ്ബന ദിയാദന പ്രൗഢബ അടകതല പ്രൗഢബ ബബ ബബ. ഇത് നഷ്ടങ്ങളുടെ കാലമല്ല, ये नष्ट का मौसम ഇത് नहीं, നഷ്ടം തിരിച്ചു പിടിക്കുന്ന കാലം. सारे नष्ट को वापस हासिल करने का मौसम, നഷ്ടം തിരിച്ചു പിടിക്കുക. हर नष्ट को वापस हासिल करने കാരണം का ഇത് मौका, ദൈവരാജ്യമാ. क्योंकि ये परमेश्वर का राज्य, ദൈവരാജ്യം നഷ്ടങ്ങളുടെ കഥ പറയുന്നതല്ല, परमेश्वर के राज्य में नष्ट नहीं, നഷ്ടങ്ങളെ കുറിച്ച് കേട്ടോണ്ടിരിക്കുന്നതല്ല. नष्ट की कहानियां नहीं, ദൈവരാജ്യ. परमेश्वर का राज्य। ഓ റാബ ബാബ ബാബ आमेन। ബാബ തിരിച്ചു പിടിക്കുക, वापस हासिल करे, തിരിച്ചു പിടിക്കുക. वापस हासिल നിങ്ങൾ करे, തിരിച്ചു പിടിച്ചാട്ടെ, वापस हासिल करे, നിങ്ങൾ തിരിച്ചു പിടിച്ചാട്ടെ. वापस हासिल करे। പോയ സമ്പത്ത്
जो संपत्ति नष्ट പോയ हुई, ജോലി, जो कामकाज नष्ट പോയ हुए, കുടുംബം जो पारिवारिक नष्ट तिरिച്ചു हुए हैं, പിടിച്ചാട്ടെ, തിരിച്ചു പിടിച്ചാട്ടെ. वापिस हासिल करे। അടകതല പ്രൗഢബ, പോയ സന്തോഷങ്ങൾ जो खुशी नष्ट हुई है, തിരിച്ചു പിടിച്ചാട്ടെ. उसको वापिस हासिल करे। അടകതല പ്രൗഢബ ബബ, ആസ്മന ദിയാദന പ്രൗഢ, അടകതല പ്രൗഢബ ബബ, അടകതന ഘടക സാംദരാദിയ, അടകതന പ്രൗഢബ ബബ, ഊഡബ ഹസ്മന ദിയാദന, ജുഗതല ഘടക സാംദരാദി. നീ ദൈവരാജ്യം ചുമക്കുകയാ. आप परमेश्वर के राज्य को ले चल रहे हो। ദൈവരാജ്യം പലപ്പോഴും വരുമല്ല, परमेश्वर का राज्य कभी നീ कभार आएगा ദൈവരാജ്യം नहीं। ചുമക്കുക. आप परमेश्वर के राज्य को ले चलो। इसके लिए प्रभु ने നീ कहा കെട്ടിയ കെട്ടിയതാ, अगर तू बांधेगा तो वहां पर बांधा जाएगा, നീ അഴിച്ചാൽ അഴിച്ചതാ. अगर तू खोलेगा तो वहां खोला जाएगा। come on. Yes. നഷ്ടം തീർന്നു, नष्ट सब खत्म हो गए, നഷ്ടങ്ങൾ തീർന്നു, सारे नष्ट खत्म हो गए, നഷ്ടങ്ങൾ തീർന്നു, नष्ट खत्म हो गए, നഷ്ടം തീർന്നു. सारा इन्हीं नष्ट नष्ट खत्म। इल्ला। अभी कोई नष्ट नहीं आपके जिंदगी, തിരിച്ചുപിടി, सब फिर से कब्जा कर लो, മടക്കിപ്പിടി. फिर से हासिल कर लो। ഇന്ന് ഇവിടെ ഇരുന്ന് നീ തിരിച്ചുപിടി, आज यहाँ बैठकर फिर से हासिल कर ले, എന്നിട്ട് വരുന്ന ദിവസങ്ങളിൽ നീ കാണ്. और आने वाले दिनों में तू वो देख, കാരണം ഇത് ദൈവരാജ്യത്തിന്റെ സീസൺ, क्योंकि ये परमेश्वर का राज्य का मौसम है, ദൈവരാജ്യത്തിന്റെ സീസൺ. परमेश्वर का राज्य का मौसम है। ओ राबा बाबा शाम धराबा हस्मन आराबा हस्मन आदि बाबा ओ बाबा फायर फायर अग्नि फायर अग्नि फायर अग्नि फायर अग्नि। പിടിച്ചോ തിരിച്ച फिर से हासिल कर ले, തിരിച്ചുപിടി. हासिल कर। നിന്നിൽ ദൈവരാജ്യം, आपके अंदर परमेश्वर का राज्य, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ കയ്യിലുണ്ട്. इसके लिए परमेश्वर का राज्य की चाबी आपके पास है। സ്വർഗം പറയുന്നു നീ ഇവിടെ തുറക്ക, परमेश्वर कह रहा है कि तुम यहाँ पर खोलो, അവിടെ ഞാൻ തുറന്നോളാം. वहां पर मैं खोल दूंगा, അവിടെ ഞാൻ തുറക്കാം. वहां पर जब तक मैं नहीं അപ്പൊ खोलूं ഇവിടെ തുറന്നിരിക്കും तो यहाँ पर भी वो खुलेगा। എന്ന് പറഞ്ഞാൽ ഈ ചാവിയിൽ രണ്ടുപേര് കോൺട്രാക്റ്റാ. तो इसका मतलब इस चाबी के लिए दो लोग करार में आए हैं। പത്രോസേ നിന്റെ കയ്യിലാ ഇതിരിക്കുന്നത്, पत्रोस तेरे हाथ में है ये പക്ഷെ चाबी, ഞാൻ അവിടെ അവൈലബിളാ. पर मैं वहां पर उपलब्ध हो। അതാണ് ഈ ചാവിയുടെ പ്രത്യേകത, वो इस चाबी की അതാണ് खासियत, ദൈവരാജ്യത്തിന്റെ താക്കോലിന്റെ പ്രത്യേകത. परमेश्वर के राज्य की चाबी की खासियत അവിടെ ये है। അഴിക്കാൻ ഒരാളുണ്ട്, वहां पर खोलने के लिए एक व्यक्ति, ഇവിടെ അഴിക്കാൻ ഒരാളുണ്ട്. यहाँ पर भी खोलने के लिए एक അതാ व्यक्ति है। ദൈവരാജ്യം. वो है परमेश्वर का നീ राज्य। ദൈവരാജ്യം ചുമന്നാൽ आप परमेश्वर के राज्य को ले चलो, അവിടെ ഒരാൾ റെഡി, वहां पर भी एक व्यक्ति रेडी है, ഇവിടെ നീയും റെഡി. यहाँ पर आप भी तैयार। അതാ ദൈവരാജ്യം. वो है परमेश्वर का राज्य। മറക്കല്ലേ, ना भूलना, ഞാൻ വീട്ടിൽ കയറുന്നത്, मैं घर पे प्रवेश कर रहा हूँ, ഇന്ന് തിരിച്ചു വീട്ടിൽ കയറുന്നത് जो घर पे फिर से लौट कर ആ जा रहा വീട് हूँ, ദൈവരാജ്യമാക്കാനാ. वो घर परमेश्वर का राज्य बनाने के लिए। ഇന്നു മുതൽ അവിടെ ദൈവരാജ്യമായിരിക്കും. आज के बाद वो घर परमेश्वर का राज्य रहेगा। എല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും. सब कुछ हम फिर से हासिल करेंगे। കരഞ്ഞ് കളഞ്ഞതെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും. जो रोके हमने, जो भी तिरस्कार कर दिया, वो फिर से हम हासिल करेंगे। ഞങ്ങൾ ഇന്നലകളിൽ വിധിയെന്ന് പറഞ്ഞ് കളഞ്ഞത് തിരിച്ചു പിടിക്കും. और ये मेरा नसीब है ये कहकर जिसको भी हमने हटा दिया उस पर सब हम कब्जा करेंगे। ഇന്ന് ചുമക്കുന്ന എല്ലാം ചുമക്കത്തില്ല. ഞങ്ങൾ
आज जो भी ले चल रहे हो वो तुम ले नहीं चलोगे आगे के ഞങ്ങളുടെ दिनों में। അവകാശങ്ങൾ ഞങ്ങൾ ചുമക്കും, हमारे विरासतों को हम ले അല്ലാത്ത चलेंगे। എല്ലാം ഞങ്ങൾ ചവിട്ടും, उस सारे विरासतों में हम कदम അല്ലാത്തതിനെല്ലാം रखेंगे। ഞങ്ങൾ പുറത്താക്കും. उसके बाकी सारे बातों को हम निकाल കാരണം ഒരു देंगे, ദൈവരാജ്യം ഞങ്ങൾക്കുണ്ട്. क्योंकि एक परमेश्वर का राज्य हमारे लिए। എത്ര പേരത് വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं? കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്തു. हाथों को उठाकर परमेश्वर को महिमा देंगे। കണ്ണുകളടച്ചാട്ടെ. आंखों को बंद करेंगे। അപ്പാ തന്ന ദൂതിന് നന്ദി, पिता इस वाणी के लिए हम धन्यवाद കേൾപ്പിച്ച എല്ലാ ശബ്ദങ്ങൾക്കും നന്ദി. देते हैं। आपने जो भी आपकी आवाज को सुनाई इसके लिए धन्यवाद। ഞങ്ങളത് കേൾക്കട്ടെ. और हम उसकी गवाहियों को सुने। ഞങ്ങൾ ചുമക്കുന്ന ദൈവരാജ്യം हम जिस परमेश्वर के राज्य को ले चल रहे അത് हैं, ഇന്നു മുതൽ ലൈവ് ആകട്ടെ. आज से वो सजीव बन जाए। പ്രാർത്ഥന കേട്ടതിന് നന്ദി. प्रार्थना सुना इसके लिए മഹത്വം धन्यवाद। അങ്ങേക്ക് महिमा आपको യേശുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम में इस प्रार्थना को पूछते हैं। ആമേൻ, आमेन आमेन ആമേൻ, आमेन ആമേൻ. आमेन। പിതൃ പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ സകല കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. पिता पुत्र पवित्र आत्मा की सारी आशीषें उनकी संगति आपके साथ सभी के साथ सदा के लिए बनी रहे। ആമേൻ. आमेन आमेन। ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. जय देव परमेश्वर को महिमा देंगे। ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. God bless you.